ഹലോ ഓൾ, വെൽക്കം ടു എക്സാൻ വൈ വെക്കേഷൻ വൈബ്സ്. അപ്പോൾ എല്ലാവർക്കും വെക്കേഷനൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെക്കേഷൻ നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ഓരോ ദിവസം ഓരോ വീഡിയോ ചെയ്യുന്നുണ്ട്, വെക്കേഷൻ വൈബ്സ് എന്നുള്ള പേരിൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, എക്സാൻ വൈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വെക്കേഷൻ വൈബ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ വെക്കേഷൻ ഒന്ന് നമുക്ക് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനമായിട്ട് ഒരു ഡിസൈനിങ് ടൂളിനെ പറ്റിയാണ്. ഡിസൈനിങ് ടൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറേ ആളുകൾക്ക് പരിചയം ഉണ്ടാവും, ക്യാൻവയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ക്യാൻവ എത്ര ആളുകൾക്ക് പരിചയമുണ്ട് എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. നമുക്ക് നോക്കാം എത്ര ആളുകൾ ക്യാൻവ ഇതിന് മുന്നേ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇന്ന് ആ ക്യാൻവയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യണത്. എങ്ങനെ നമുക്കൊരു പോസ്റ്റർ, നല്ല അടിപൊളി ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം, അതിൽ അതുപോലെ തന്നെ ക്യാൻവയിൽ എന്തൊക്കെ ടൂൾസ് ഉണ്ട്, പിന്നെ എങ്ങനെ നമുക്ക് ക്യാൻവ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എക്സാൻ വൈയുടെ വെക്കേഷൻ വൈബ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ക്യാൻവ നമുക്ക് പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും, ഇനി നിങ്ങൾ ലാപ്ടോപ്പ് അതെല്ലാം ഡെസ്ക്ടോപ്പൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ വെബിലും ക്യാൻവ അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഗൂഗിളിൽ ചെന്നിട്ട് ക്യാൻവ എന്ന് സെർച്ച് ചെയ്യുക. ക്യാൻവ എന്ന് സെർച്ച് ചെയ്തിട്ട് ഫസ്റ്റ് വരുന്ന ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്യാൻവ വിഷ്വൽ സ്യൂട്ട് ഫോർ എവരി വൺ എന്നുള്ളൊരു ഇത് കാണിക്കും. അപ്പോൾ ക്യാൻവയിലേക്ക് നമുക്ക് അങ്ങനെ കയറാം. ഇപ്പം ഞാൻ ഓൾറെഡി ക്യാൻവയിൽ ലോഗിൻ ആയതുകൊണ്ട് എൻ്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ പുതിയതായിട്ടാണ് ക്യാൻവ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, മെയിൽ ID വെച്ച് അതിനകത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമ്മുടെ ലാപ്ടോപ്പിൽ കാണുക. ഫോണിൽ ഇതിൻ്റെ ഒരു ചെറിയൊരു ഫോൺ സൈസിലുള്ള ഇൻ്റർഫേസ് ആയിരിക്കും കാണുക. അപ്പോൾ ഇതിൽ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഹോം ഉണ്ട്, പ്രൊജക്റ്റ് ഉണ്ട്, ടെംപ്ലേറ്റ് ഉണ്ട്, ബ്രാൻഡ് ഉണ്ട്, ആപ്പ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ കാണിക്കുന്നത് ഇതൊക്കെ ഞാൻ റീസെൻ്റ്ലി ചെയ്ത ഡിസൈനുകളാണ്. ഇതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ക്രിയേറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു സെഷനാണിത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പോസ്റ്റർ പോർട്രേറ്റ് അത് ക്ലിക്ക് ചെയ്താൽ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കസ്റ്റം സൈസ് ഉണ്ട്, സോഷ്യൽ മീഡിയ, വൈറ്റ് ബോർഡ്, ഡോക്ക്, പ്രസൻറ്റേഷൻ, എല്ലാത്തിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പോസ്റ്റർ ആണെങ്കിലും അതുപോലെ തന്നെ വീഡിയോസ് ആണെങ്കിലും നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ചിലത് നമുക്ക് എന്ത് ചെയ്യണം, ക്യാൻവയുടെ പ്രീമിയം വേണ്ടി വരും. അപ്പോൾ അതിലേക്ക് വന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഒരു പോസ്റ്റർ പോർട്രേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇതായിരിക്കും ക്യാൻവയുടെ ഒരു ഇൻ്റർഫേസ് വരിക. അപ്പോൾ നമ്മൾ ഇതിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇവിടെ കണ്ടോ, സൈഡിൽ എലമെൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ടെക്സ്റ്റ് ഉണ്ട്, പിന്നെ ബ്രാൻഡ് ഉണ്ട്, അപ്ലോഡ്സ് ഉണ്ട്, ടൂൾസ് ഉണ്ട്, പ്രൊജക്ട്സ് ഉണ്ട്, ആപ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിസൈനാണ്. ഡിസൈനിൽ അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എലമെൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം. എലമെൻസിൽ നമുക്ക് പലതരം എലമെൻറ്റ്സ് ഇവിടെ കാണുന്നുണ്ട്. ഡിസൈനിങ് എലമെൻറ്റ്സ് ആണ്. ചിലതിൽ ഇങ്ങനെ ഒരു ക്രൗണിൻ്റെ ചിഹ്നം ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊവേഷൻ ആളുകൾക്ക് മാത്രമാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിലെ ഒരു ഷേപ്പ് ടൂൾ നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വലിച്ചിട്ടാൽ നമ്മുടെ ക്യാൻവാസിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഷേപ്പ് ടൂൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വർക്ക് ചെയ്യണ ഇതിന് പറഞ്ഞതാണ് ക്യാൻവാസ്. അപ്പോൾ ക്യാൻവാസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു ഷേപ്പ് ടൂൾ ആഡ് ചെയ്യാൻ പറ്റും. ഷേപ്പ് ടൂൾ ആഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് എഡിറ്റിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഷേപ്പ് ടൂൾ എഡിറ്റ് ചെയ്യാം, പല പല ഷേപ്പുകളിലേക്ക് ആക്കാൻ കഴിയും. അതുപോലെ തന്നെ അതിന് തൊട്ടിപ്പോൾ നമുക്ക് കളറുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിൽ പല കളറിലേക്ക് നമുക്കിങ്ങനെ മാറ്റാം. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ ബോർഡർ ഉള്ള ഷേപ്പുകളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ബോർഡർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബോർഡറിൻ്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പുറത്ത് വന്നാൽ നമുക്കിങ്ങനെ കോർണർ നമുക്ക് റൗണ്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, നമ്മുടെ കോർണർ ഇങ്ങനെ റൗണ്ടായി വരും. തൊട്ടിപ്പുറയുള്ളത് ടെക്സ്റ്റിൻ്റെ ഫോണ്ടുകൾ സെലക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് ഇപ്പോൾ ഷേപ്പ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് വെച്ചു. ഇപ്പോൾ നമുക്ക് തൊട്ട് താഴെയുള്ള ഒരു ഇതാണ് ടെക്സ്റ്റിൽ ആഡ് എ ന്യൂ ടെക്സ്റ്റ് ബോക്സ് കൊടുത്താൽ അവിടെ ടെക്സ്റ്റ് ബോക്സ് വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വലുതാക്കാനും ചെറുതാക്കാനും കഴിയും. കുറച്ചുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, വലുതാക്കാം. കണ്ടോ, നമുക്ക് ഇത് നോക്കിയാൽ നമുക്ക് ഇങ്ങോട്ട് നീക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ നമുക്ക് ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ എക്സ് ആൻഡ് വൈ ഒന്നുകൂടെ നമുക്ക് ആഡ് ചെയ്യാം. എക്സ് ആൻഡ് വൈ
ലേണിംഗ്, എക്സ് ആൻഡ് വൈ ലേണിംഗ് നമ്മൾ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മളിതിങ്ങനെ ഫുള്ള് സെലക്ട് ചെയ്താൽ അത് ഓൾ സെലക്ട് ആവും. അതിനുശേഷം നമുക്ക് ഇത് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനത്തെ ഫോണ്ടാണ് വേണ്ടത്. ഞാൻ ഗോതം ഫോണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഗോതം ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഫോണ്ടിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് വലുതായി വന്നിട്ടുണ്ട്. പിന്നെ ഈ തൊട്ടിപ്പുറം നോക്കിക്കഴിഞ്ഞാൽ ടെക്സ്റ്റ് കളർ നമുക്ക് മാറ്റാൻ പറ്റും. നമുക്ക് ഏത് കളറിലേക്കാണോ ടെക്സ്റ്റ് മാറ്റേണ്ടത് ആ കളറിലേക്ക് മാറ്റാം. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറം ബോൾഡ് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ടെക്സ്റ്റ് ബോൾഡ് ആക്കാൻ കഴിയും. പിന്നെ ഇറ്റാലിക് ആക്കാം, അണ്ടർലൈൻ ചെയ്യാം, അതുപോലെ തന്നെ അപ്പർ കേസിലേക്ക് ആക്കാം, ഫുള്ള് ക്യാപിറ്റൽ ലെറ്റർ. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അലൈൻമെൻ്റ് ആണ്. അലൈൻമെൻറ്റ് എങ്ങനെ വരുത്തണം എന്നുള്ളത് നമ്മൾ സെൻട്രലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് ലിസ്റ്റ്, നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ഡൗൺ ചെയ്യണമെങ്കിൽ അങ്ങനെ ഓരോ ഡോട്ട് ഇട്ട് നമുക്ക് ലിസ്റ്റ് ഡൗൺ ചെയ്യാം. തൊട്ടിപ്പുറം നോക്കി കഴിഞ്ഞാൽ ടെക്സ്റ്റിൻ്റെ വിവിധ തരം ഫോർമാറ്റുകൾ, ടെക്സ്റ്റ് പൊസിഷൻസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്പെറൻസി ആണ്. നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ ട്രാൻസ്പെറൻസി കുറയ്ക്കേണ്ടി വരും. അപ്പോൾ അതിന് യൂസ് ചെയ്യാൻ പറ്റിയൊരു ടൂളാണ് തൊട്ടിപ്പുറമുള്ള ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എഫക്ട്സ് ആണ്. ടെക്സ്റ്റ് നമുക്ക് പലതരം എഫക്ട്സുകൾ കൊടുക്കാം. അതിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെ വരണം, പിന്നെ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് വേണം എന്നുള്ളതൊക്കെ ഇങ്ങനെ റൗണ്ട്നെസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കർവ് ചെയ്യാം. പിന്നെ നമ്മൾ ടെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ ആനിമേഷൻ, ടെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ ഇതൊക്കെ ഇതിൽ ആനിമേറ്റ് ചെയ്യാന്നുള്ള കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പൊസിഷനാണ്. നമ്മൾ ടെക്സ്റ്റ് മിഡിലിൽ വെക്കണോ, അതുപോലെ തന്നെ സെൻറ്ററിലാക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഇതിൽ ഇത്രയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഇനിയിപ്പോൾ നമുക്ക് പുതിയൊരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഫയലിൽ ചെല്ലാം. ഫയലിൽ പോയി കഴിഞ്ഞാൽ ക്രിയേറ്റ് ന്യൂ ഡിസൈൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ചെന്നാൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൽ ചെന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ആണെങ്കിൽ അങ്ങനെ ആ ഒരു ക്യാൻവാസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പലതരം ടൂൾസുകളും കാണാൻ പറ്റും. ഇപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ എലമെൻറ്റ്സ് നോക്കി, എലമെൻറ്റ്സിൽ കുറേ കാര്യങ്ങൾ കണ്ടു, പിന്നെ ടെക്സ്റ്റ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ടൂൾസിലേക്ക് പോയി കഴിഞ്ഞാൽ ടൂൾസിൽ വരുന്ന നമുക്കിങ്ങനെ ഡ്രോ സെലക്ട് ചെയ്താൽ നമുക്ക് വിവിധ തരം പെൻസിലുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ വരച്ചാൽ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. അങ്ങനെ വരയ്ക്കണ ആളുകൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണിത്. അതുപോലെ തന്നെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് വേറെ ഇറേസർ ടൂളാണിത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പെൻസിൽ എടുത്തിട്ട് അതിന് ഏത് കളർ വേണമെന്നുള്ളത് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതല്ലാത്ത കൂടുതൽ കളർ വേണമെങ്കിൽ ഇത് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിക്കി നോട്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ ഡിസൈനിൽ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിക്കി നോട്ട്സ് ഇങ്ങനെ വയ്ക്കാൻ കഴിയും. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഡിസൈനിൻ്റെ ആ ഒരു ഇതനുസരിച്ച് നമുക്ക് സ്റ്റിക്കി നോട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ലൈൻ ടൂളാണ്. നമുക്ക് പലതരം ലൈനുകൾ നമുക്കിവിടെ കണ്ടോ ഇവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ ലൈനുകൾ വരുന്നുണ്ട്. നമുക്കിങ്ങനെ ലൈന് നമ്മുടെ ഇഷ്ടാനുസരണം അങ്ങനെ മാറ്റാൻ കഴിയും. പിന്നെ പലതരം ലൈനുകളുണ്ട്, കണ്ടോ ഇവിടെ വീണ്ടും വന്നിട്ടുണ്ട് ലൈനുകൾ. അപ്പോൾ അങ്ങനെയാണ് ലൈൻ ടൂളിൻ്റെ ഒരു ഇത്. പിന്നെ ഇത് നമുക്ക് ടേബിളാണ്. നമുക്ക് ടേബിളിൻ്റെ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടൂളാണ് ടേബിളിൽ നമുക്ക് പല ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ടേബിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, റോയും കോളും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫങ്ഷൻസൊക്കെ മുകളിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. ടേബിളിൻ്റെ ബോർഡർ വേണോ വേണ്ടയോ, അതുപോലെ തന്നെ എവിടെയൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. പിന്നെ ടേബിളിൻ്റെ സ്പേസ്, സെല്ലുകൾ തമ്മിലുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കായിട്ട് ക്യാൻവയിൽ ഇന്ന് ചെയ്തത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ ചെയ്യണ എല്ലാ പോസ്റ്റേഴ്സും നമ്മുടെ ഗൂഗിൾ ഫോമിൽ ആഡ് ചെയ്യുക. ഗൂഗിൾ ഫോമിൽ 5 പോസ്റ്റേഴ്സ് വരെ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എക്സ് ആൻഡ് വൈ യൂട്യൂബ് ചാനൽ ഇതിനു മുന്നേ വന്നേക്കണ 2-3 വീഡിയോസ് ഉണ്ട്, അത് നിങ്ങൾ എന്തായാലും കാണുക. അതിനുശേഷം ഇനി വരുന്ന വീഡിയോസും നിങ്ങൾ ഉറപ്പായും കാണുക. എക്സ് ആൻഡ് വൈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ഒരു വെക്കേഷൻ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള വെക്കേഷനായിട്ട് നമുക്ക് മാറ്റണം. അപ്പോൾ അതുപോലെ തന്നെ ക്യാൻവയുടെ ഇനി കൂടുതൽ വീഡിയോസിന് നമ്മുടെ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡിസൈന് കാര്യങ്ങളൊക്കെ യൂട്യൂബിലുണ്ട്, അതൊക്കെ നോക്കി പഠിക്കുക. ഓക്കെ, all the best. Thank you.